നമസ്കാരം. ഇന്ന് യൂട്യൂബിൽ ഒരു പരിപാടി കണ്ടിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. അമ്മ മെഹ്ഫിൽ എന്നൊരു പ്രോഗ്രാം, അതായത് അമ്മ അസോസിയേഷൻ്റെ ചാനലിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അതിൽ നമ്മുടെ സ്വന്തം ലാലേട്ടനും സിദ്ദിഖ്, മനോജ് കെ ജയൻ, നാദിർ ഷാ ഇവരെല്ലാം കൂടിയിട്ടൊരു ഒരു സംഗീത പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ രസകരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. നിങ്ങളത് കണ്ടു നോക്ക്. കുറച്ച് ഇതിൻ്റെ ഭാഗങ്ങൾ ഞാൻ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. Tring, 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 tring. Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. La 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 நம்ம ஊரு சிங்காரி சிங்கப்பூர் வந்தால பொட்டு வச்சு பூ முடித்து അവൾ ഒരു നവരസ നാടകം. തീം തകടകടകടകടകട തീം തകടകടകടകടകട തീം തകടകടകടകടകട തൂം നീയും മധുമൊഴി മലർമിഴി മണിയും നിലയ സുഖമായി അഴകിനുമഴ അത് നാശപ്പടിക്കും അത് കറക്റ്റ് കേട്ടെ. ഗാനങ്ങളിൽ നെഞ്ചിൻ താളം വേറെ പാട്ട് പാടിയാ പോരെ? മേഘം പൂത്തു തുടങ്ങി മോഹം ഒന്നാം രാഗം പറ്റില്ലേ? ഇനി എല്ലാവരും പ്ലീസ്. ഞാന് ഇത് പാട്ട് പാടാനാണ്. ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ഞാനിന്ന് എടുത്തു വെച്ചേ എന്റെ വെറ്റില താമ്പാളത്തിൽ. പിന്നെ ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക. ഈ പരിപാടിയിൽ കുറേ അധികം ആൾക്കാർ കമൻസ് രേഖപ്പെടുത്തിയിരുന്നു. അതിൽ ചില കമൻസ് എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. ഞാൻ അതിൽ കുറച്ച് കമൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതിലൊരു ഫസ്റ്റ് കമൻറ്റ് ഇങ്ങനെയാണ്, അതായത് വേറെ ഏത് ഇൻഡസ്ട്രിയിലുണ്ട് ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ, ഒരു തലക്കനവുമില്ലാതെ ഇടപെടൽ നടത്തുന്നു. കറക്റ്റ് അല്ലേ? വേറെ ഏത് ഇൻഡസ്ട്രിയിലുണ്ടാവും ഇത്രയും സിമ്പിളായിട്ട് വന്നിട്ട് ഇങ്ങനെ. നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ലാലേട്ടൻ ഒരു കുട്ടിയെ പോലെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സിമ്പിളായിട്ടൊരു മനുഷ്യൻ വേറൊരു മൂവി ഇൻഡസ്ട്രിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ വേറൊരാൾ പറയുന്നത് ലാലേട്ടൻ പുള്ളിയുടെ ഒരു കംഫർട്ട് വൈബിൽ കയറിയാൽ വൻ പൊളിയാണല്ലോ. കറക്റ്റാണ്. പുള്ളിക്കൊരു പേരുദോഷമുണ്ട്. അതായത് പുള്ളി എപ്പോഴും പുള്ളിയുടെ ഒരു കംഫർട്ട് ലൈനിലാണ് സിനിമകൾ ചെയ്യുന്നതെന്ന്. പക്ഷേ പുള്ളി കുറേയൊക്കെ അതിൽ നിന്ന് മാറാൻ ശ്രമിച്ചെങ്കിലും അവസാനം വന്ന ചില സിനിമകളൊക്കെ പരാജയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ, സിദ്ദിഖ്, മനോജ് കെ ജയൻ അവരുടെ കോമ്പിനേഷനിൽ പുള്ളി ഇടപെടുന്നത് കാണുമ്പോൾ ഈ പറഞ്ഞ കമൻറ്റ് വളരെ സത്യമാണ്. അതായത് ലാലേട്ടൻ പുള്ളിയുടെ കംഫർട്ട് വൈബിൽ വന്നു കഴിഞ്ഞാൽ പൊളിയാണ്, അത് സത്യമാണ്. അതുപോലെ വേറൊരാൾ ട്യൂബ് ഷർട്ട് പറഞ്ഞേക്കണത് ഇങ്ങനെയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു റോക്ക് ആൻഡ് റോൾ എന്നൊരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതിലുള്ള ചന്ദ്രമൗലി, ഗുണ, സൈദാപ്പേട്ട്, ഗിരി ഇവരെ ഒരുമിച്ച് കാണാൻ പറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ റോക്ക് ആൻഡ് റോൾ സിനിമയിൽ നമുക്കറിയാം ചന്ദ്രമൗലിയായിട്ട് അഭിനയിക്കുന്നത് ലാലേട്ടനും, പിന്നെ ഗുണ, സൈദപ്പേട്ട് എന്ന് പറയുന്നത്, ഗിരി എന്ന് പറയുന്നത് മനോജ് കെ ജയനും സിദ്ദിഖായിരുന്നു. പിന്നെ വേറൊരു കമൻറ്റ് ഞാൻ കണ്ടത്, വെറും തേർഡ് റേറ്റ് ഇൻ്റർവ്യൂവിനേക്കാളും ഇതാണ് ഒത്തിരി സന്തോഷം നൽകുന്നത്. ഈ ടെൻഷനും വിഷമിപ്പിക്കുന്ന ലോകത്ത് അല്പം സന്തോഷം പകരുന്ന ഒരു വീഡിയോ ആയി തോന്നി എന്ന് പറഞ്ഞിട്ട്. കറക്റ്റാണ്, എനിക്കും തോന്നി. കാരണം ഞാനത് കണ്ടപ്പോൾ, ആ 21 മിനിറ്റാണ് വീഡിയോ, അത് കണ്ടപ്പോൾ വളരെ എനിക്ക് ഒരു സന്തോഷം കിട്ടിയൊരു നിമിഷമായിരുന്നു എനിക്ക് തോന്നിയത്. അതുപോലെ ലാലേട്ടൻ കുറേ നാളുകൾക്ക് ശേഷം വളരെ കൂളായിട്ട് ഇരുന്ന് ഒരു ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവം എനിക്ക് തോന്നിയിരുന്നു. വേറൊരു കമൻറ്റ്, വളരെ ആസ്വദിച്ച് കണ്ട വീഡിയോ, പക്ഷെ പെട്ടെന്ന് തീർത്തും പോയതുപോലെ. ഇനിയും ഇതുപോലെയുള്ള പാട്ട് വീഡിയോ പ്രതീക്ഷിക്കുന്നു ലാലേട്ട. അത് വളരെ ഒരു ഇതാണ്. കാരണം ഇങ്ങനൊരു ലാലേട്ടൻ ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനൊരു വീഡിയോ ഈ അടുത്തിടുന്ന് ഇങ്ങനെ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും കൂടി ഇരുന്ന് ഒരു നമ്മുടെ അന്താക്ഷരി കളിക്കുന്ന പോലെയുള്ളൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെയുള്ളൊരു കമൻറ്റ് കൂടി ഞാൻ വായിക്കാം. എൻ്റെ പൊന്നു ലാലേട്ട, വല്ലപ്പോഴുമാണ് ലാലേട്ടനെ ഇങ്ങനെ ഫ്രീ ആയി കാണാൻ പറ്റുന്നത്. സത്യനന്ദിക്കാടിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ, പിന്നെ പ്രിയദർശൻ, സുരേഷ് കുമാറിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ട്സ് വൈബിൽ കംഫർട്ടായിട്ട് കാണുന്ന ഈ പ്രോഗ്രാമാണ് കിടുവായി. ടൈം ഇടയ്ക്കിടെ നോക്കിപ്പോയി തീർന്നു പോവല്ലേ എന്ന്. വളരെ സത്യമായ ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ഒരു 2-3 ഇൻ്റർവ്യൂകൾ ലാലേട്ടൻ്റെ കണ്ടിരുന്നു, വളരെ രസമായിട്ട് തോന്നിയിരുന്നു. പ്രിയദർശൻ്റെയും സുരേഷ് കുമാറിൻ്റെ കൂടെയുള്ളത്
അതുപോലും മുമ്പ് സത്യനന്ദിക്കാടിൻ്റെ ഉള്ളിലുള്ളത്. അതിനുശേഷം ഇത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ലാലേട്ടൻ അറ്റൻഡ് ചെയ്യുന്നൊരു വൈബായിട്ട് തോന്നിയൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പരിപാടി ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളും ഈ പരിപാടി കണ്ടവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് പറയും, അറിയട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.